രവിയേട്ട എണീച്ചില്ലേ? എനിക്ക് 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 എണീച്ച് പെട്ടെന്ന് കുളിച്ച് അമ്പലത്തിൽ പോണം. വാ അമ്പലത്തിൽ പോകണം. ആ ഇത്ര രാവിലെ? ഇത്ര രാവിലെ അല്ല പിന്നെ രാത്രിയാ പോണത്. എനിക്ക് മണി നമുക്ക് വൈകുന്നേരം പോവാം. അയ്യേ വൈകുന്നേരം ആരെങ്കിലും അമ്പലത്തിൽ പോവോ? ഇനി രാവിലെ വൈകുന്നേരം പോണോ ഒരുപോലെ നീ ചുമ്മാ അതല്ല രാവിലെ പോണതാണ് ഐശ്വര്യ. എണീക്ക്. തോന്നുന്നു മണി ഇത് ബാങ്കിൽ പോണ്ട ഒന്ന് ഉറങ്ങാന്ന് വിചാരിച്ചാലും സമ്മതിക്കില്ല. ഓരോരുത്തർക്ക് അമ്പലത്തിൽ പോയിരിക്കണം. വാ എണീക്ക്. പോണ ഒരു പോട്ട് നമുക്ക് വൈകുന്നേരം. രവിയേട്ടാ പ്ലീസ് പെട്ടെന്ന് എനിക്ക് ഇന്ന് അമ്പലത്തിൽ പോണം. ഇപ്പൊ തോന്നുന്നു മണി ഇപ്പൊ അമ്പലത്തിൽ പോണെന്ന് ഞാൻ ഇപ്പൊ പോണമെന്ന് ഞാൻ ഇപ്പൊ പോണം. മണി നമുക്ക് വൈകുന്നേരം പോവാം. ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം പോയേ പറ്റൂല, ഇപ്പൊ പോയേ പറ്റുള്ളൂ. എനിക്ക് വാ. ഇപ്പൊ തന്നെ പോണെന്ന്. അവിടെ രാമനും ചിന്നും ഒക്കെ അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട് ഇറങ്ങി. അപ്പൊ അതാണ് കാര്യം. വാശിയാണ്. അവര് പോണോണ്ട് നിനക്ക് പോണം, അല്ലാതെ ഭക്തിയല്ല. ഇത് ഭക്തിയൊക്കെ ഉണ്ട്, പക്ഷെ ചില സമയത്തുണ്ടല്ലോ ചിലരെ കാണിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞതല്ലേ ഇന്നലെ. വാ അവര് വരണതിന് മുന്നേ നമുക്ക് പോവാ. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. പറഞ്ഞൊക്കെ ശരിയല്ലേ, രാവിലെ വിളിച്ചോണത് ആരെയും കാണിക്കാൻ വേണ്ടില്ല. അതെ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം പോവാം. മണി നീ പറ്റൂല, ഇപ്പൊ പോയേ പറ്റുള്ളൂ. എനിക്കിപ്പോ പോണം. മണി നീ വാശി പിടിക്കല്ലേ, ഞാൻ ഒന്ന് ഉറങ്ങട്ട്. നീ പോ. ഒരുപാട് ഉറങ്ങിക്കൂടാ. വയസ്സാം കാലത്ത് ഒരുപാട് ഉറങ്ങി കഴിഞ്ഞാലേ കൊളസ്ട്രോൾ ഒക്കെ കൂടും. എനിക്ക് ഒന്നുമില്ല. നീ പോ. നീ ശല്യം ചെയ്ത മണി. ഞാൻ ഒന്ന് കിടക്കട്ടെ മണി. നീ പോ. പിന്നെ പോവാം. ഇന്നത്തേക്കായി ശല്യം തന്നെ. ഓരോ കോമ്പറ്റീഷനും വാശിയും കാണിച്ചോണ്ട്.